ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം സംബന്ധിച്ച കേസ് CBI അന്വേഷിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് MK രാഘവൻ MP. പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മിഠായിത്തെരുവിലെ വഴിയോര കച്ചവടം സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായി പോലീസ് റിപ്പോർട്ടെന്ന് പൊതുപ്രവർത്തകൻ PKM ചേക്കു. കോരപ്പുഴ അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. ഐസ് ഫാക്ടറികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കണമെന്ന് സ്റ്റേറ്റ് ഐസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. അശരണർക്ക് ആശ്വാസമാകുന്ന 1 കോടിയോളം രൂപയുടെ ജീവകാരുണ്യ പദ്ധതികളുമായി റോട്ടറി കാലിക്കറ്റ് സിറ്റി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം സംബന്ധിച്ച കേസ് CBI അന്വേഷിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് MK രാഘവൻ MP. ആട്ടൂർ മുഹമ്മദ് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി നടത്തിയ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തിരോധാന ആക്ഷൻ കമ്മിറ്റി ജനകീയ സംഗമം സംഘടിപ്പിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. 10 മാസം പിന്നിട്ടിട്ടും മാമിയെക്കുറിച്ച് വിവരം ലഭിച്ചില്ലെങ്കിൽ പോലീസ് കുടുംബത്തോടും ജനങ്ങളോടും തുറന്നു പറയണമെന്ന് MP ആവശ്യപ്പെട്ടു. കുടുംബത്തിന്റെ സംശയത്തിനും പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് ഉത്തരമേഖല IG അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത്. എന്നാൽ 2 ദിവസം പിന്നിട്ടപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ വീണ്ടും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയതിൽ സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി DGP എന്നിവരെ വീണ്ടും ബന്ധപ്പെടണമെന്നും MP ആവശ്യപ്പെട്ടു. സംഗമം മാമിയെ കണ്ടെത്താനുള്ള ജനകീയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാണെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA പറഞ്ഞു. മാഫിയ സംഘവുമായി കൂട്ടുകെട്ടുള്ളവരാണ് അന്വേഷണത്തിന് പിന്നിലെന്നും ഉദ്യോഗസ്ഥരെ മാറ്റി ശക്തമായ അന്വേഷണം നടത്തണമെന്നും മുൻ മേയർ TP ദാസൻ ആവശ്യപ്പെട്ടു. മാഫിയകൾ വീണ്ടും നഗരത്തിൽ തലപൊക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സാമൂഹ്യ സംഘടനകളും ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ആ ഗുണ്ടായിസത്തെ, ആ മാഫിയ പ്രവർത്തനത്തെ അവസാനിപ്പിച്ചൊരു നഗരമാണിത്. അത് വീണ്ടും തലപൊക്കുന്നു. പലതരത്തിൽ മയക്കുമരുന്നിൻ്റെ അടിസ്ഥാനത്തിൽ, പിടിച്ചുപറിയുടെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോകുക എന്ന ആ രൂപത്തിൽ വീണ്ടും തലപൊക്കുന്നു. ഇതിനെയും നമ്മൾ ഒറ്റക്കെട്ടായി ജനങ്ങൾ സംഘടിച്ചാൽ ഏത് പ്രദേശത്തായാലും നിർത്താൻ സാധിക്കും. പരിപാടിയിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ P രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ അസ്ലം ബക്കർ, ഡോക്ടർ ഹുസൈൻ മടവൂർ, മനുഷ്യാവകാശ പ്രവർത്തകൻ A വാസു, ഡോക്ടർ K മൊയ്തു, ഗോൾഡൻ നാസർ, കബീർ സലാല, ഇക്ബാൽ മാർക്കോണി, TPM ഹഷീർ അലി, M രാജൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൈതൃക പട്ടികയിൽപ്പെട്ട മിഠായിത്തെരുവിലെ വഴിയോര കച്ചവടം വൻ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായി പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയതായി പൊതുപ്രവർത്തകൻ PKM ചേക്കു. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ടൗൺ സ്റ്റേഷൻ SHO ആണ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. മിഠായിത്തെരുവിനകത്ത് നടപ്പാതയിൽ നടന്നുവരുന്ന കച്ചവടം ദുരന്തം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുമെന്നാണ് പ്രധാന മുന്നറിയിപ്പ്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് എത്തേണ്ട ആംബുലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങൾ എന്നിവയ്ക്ക് അകത്ത് പ്രവേശിക്കാൻ കച്ചവടം തടസ്സമാണെന്നും ദുരന്തമുണ്ടായാൽ വലിയ തോതിലുള്ള ജീവഹാനിയും നാശനഷ്ടങ്ങളും സംഭവിക്കാൻ വഴിയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നതായും പൊതുപ്രവർത്തകൻ PKM ചേക്കു പറഞ്ഞു.
ഇത്തരത്തിൽ ദുരന്തമുണ്ടായാൽ അതിന് കോർപ്പറേഷൻ സെക്രട്ടറിയും ഉത്തരവാദിയാണെന്ന മുന്നറിയിപ്പും നോട്ടീസിലുണ്ട്. പൊതുപ്രവർത്തകനായ PKM ചേക്കു ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ടൗൺ പോലീസ് മിഠായിത്തെരുവിൽ പരിശോധന നടത്തിയത്. പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മിഠായിത്തെരുവിൽ ജനങ്ങളുടെ സുഗമമായ സഞ്ചാരം തടസ്സപ്പെടുത്തുകയും സുരക്ഷാ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്ന പാതയോര കച്ചവടം അവസാനിപ്പിക്കണമെന്നും ഇവിടെ കച്ചവടം നടത്തുന്നവരെ മറ്റു സ്ഥലങ്ങൾ സജ്ജീകരിച്ച് പുനരധിവസിപ്പിക്കാൻ കോർപ്പറേഷൻ തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ചാലിയാർ സംയുക്ത സമരസമിതി സെക്രട്ടറി PKM ചേക്കു, ദേശീയ വിവരാവകാശ കൂട്ടായ്മ കോർഡിനേറ്റർ KV ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സത്യത്തിൽ ഇത് പൈതൃക നഗരമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് കോഴിക്കോട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അവിടെ തെരുവിൽ കച്ചവടം നടത്തിയിരുന്ന ആളുകളെ കോർപ്പറേഷൻ മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തി അവിടേക്ക് പുനരധിവസിപ്പിക്കണമെന്നാണ്. അതിനുള്ള ഭൂമിയും ഈ കോർപ്പറേഷന്റെ കയ്യിൽ ഈ നഗരപ്രദേശത്ത് തന്നെ ഉണ്ടായി. അത്തരം സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണം എന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അഭിപ്രായങ്ങളെ നിരാകരിച്ചുകൊണ്ട് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക താല്പര്യാർത്ഥം ആണ് കോർപ്പറേഷൻ മിഠായി തെരുവിൽ തന്നെ അത്തരത്തിൽ വഴിയോര കച്ചവടത്തിന് അനുമതി നൽകുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരാവകാശ രേഖ വെച്ചിട്ട് ആകെ അനുവദിക്കപ്പെട്ടിട്ടുള്ള 102 ആളുകൾക്കാണ് തെരുവോര കച്ചവടത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. അതിൽ 53 എണ്ണവും CPMന്റെ സംഘടനയായിട്ടുള്ള CITUവിനാണ് നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അശരണർക്ക് ആശ്വാസമാകുന്ന 1 കോടിയോളം രൂപയുടെ ജീവകാരുണ്യ പദ്ധതികളുമായി റോട്ടറി കാലിക്കറ്റ് സിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് ആസ്റ്റർ മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്കുമാൻ പൊന്മാടത്ത് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതിയായ ലിറ്റിൽ ബീഡ്സ് മുതൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് 1 ലക്ഷം രൂപയുടെ സഹായം, അരികെ ഉൾപ്പെടെ 15ഓളം പദ്ധതികൾ എന്നിവ പരിചയപ്പെടുത്തിയാണ് റോട്ടറി കാലിക്കറ്റ് സിറ്റി പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത്. സജിൽ നരിക്കോടൻസ് പ്രസിഡന്റ്, MS രാജീവ് സെക്രട്ടറി, അഡ്വക്കേറ്റ് രതീഷ് ലാൽ ട്രഷറർ തുടങ്ങിയവർ ഉൾപ്പെട്ടതാണ് ഭരണസമിതി. മലബാർ പാലസിൽ നടന്ന ചടങ്ങ് ആസ്റ്റർ മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്കുമാൻ പൊന്മാടത്ത് ഉദ്ഘാടനം ചെയ്തു. P. സുകുമാർ അധ്യക്ഷനായി. ആസ്റ്റർ മിംസുമായി ചേർന്ന് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലിറ്റിൽ ബീഡ്സ് പദ്ധതി സംബന്ധിച്ചുള്ള ധാരണാപത്രം റോട്ടറി കാലിക്കറ്റ് സിറ്റിയും ആസ്റ്റർ മിംസും പരസ്പരം കൈമാറി. ബാലുശ്ശേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് 1 ലക്ഷം രൂപയുടെ സഹായ പദ്ധതി അരികെ തുക യൂണിറ്റ് ചെയർമാൻ P. ഫൈസലും ഏറ്റുവാങ്ങി. റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ K. ശ്രീധരൻ നമ്പ്യാർ, ഡോക്ടർ രാജേഷ് സുഭാഷ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ക്യാപ്റ്റൻ KK ഹരിദാസ്, PK സുരേഷ്, അഡ്വക്കേറ്റ് VV ദീപു, CM ഉദയഭാനു, ഇലക്ടഡ് പ്രസിഡന്റ് EP രതീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന സ്വപ്നഭവനം, മിയോവാക്കി ഫോറസ്റ്റ് പദ്ധതിയായ സാംപ്ലിംഗ് തുടങ്ങി 15 പദ്ധതികളും പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഐസ് ഫാക്ടറികൾ അടച്ചുപൂട്ടൽ പ്രതിസന്ധി നേരിടുകയാണെന്നും ഈ മേഖലയെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കണമെന്നും സ്റ്റേറ്റ് ഐസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. 1992 കാലഘട്ടങ്ങളിൽ നമ്മുടെ ലീഡർ അദ്ദേഹം നമ്മളെ വിട്ടുപോയി പിരിഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ശ്രീ കർണാടക ഗവൺമെന്റിന്റെ കാലത്ത് ഇലക്ട്രിസിറ്റിയിൽ ഒട്ടനവധി ആനുകൂല്യം കൊടുക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ കണ്ടമാനം വ്യവസായങ്ങൾ വരികയും
അന്ന് തീരദേശ മേഖലയിൽ 1000-ൽ പരം ഫാക്ടറികൾ പെട്ടെന്ന് തുടർച്ചയായി വ്യവസായങ്ങൾ വരികയും അതിനോടനുബന്ധിച്ച് അന്ന് മത്സ്യമേഖല ലഭ്യമായതിനാൽ നല്ല രൂപത്തിൽ ഈ വ്യവസായങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 കയറ്റുമതി വ്യവസായങ്ങളും 100-ൽ പരം ഫീഡിംഗ് ഷെഡുകളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അതിന് ഇപ്പോൾ അതിന്റെ വളരെ വിഷമതയിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പോകുന്നത്. കേരള സ്റ്റേറ്റ് ഐസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ 18ാം സംസ്ഥാന സമ്മേളനം ജൂലൈ 20-ന് സമുദ്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. സമ്മേളനത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ, MP MK രാഘവൻ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് എന്നിവരും കൗൺസിലർമാരും മറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികളും പങ്കെടുക്കും. സർക്കാർ ഐസ് പ്ലാന്റുകൾക്ക് മുൻഗണനയൊന്നും നൽകുന്നില്ലെന്നും കാർഷിക മേഖലയ്ക്ക് ചെയ്യുന്നത് പോലെയുള്ള സബ്സിഡി ആനുകൂല്യങ്ങളും ഇലക്ട്രിസിറ്റി ആനുകൂല്യങ്ങളും ഈ മേഖലയിലേക്കും നൽകണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് N രാജേന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി MK പ്രേമാനന്ദൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എലത്തൂരിന് സമീപം കോരപ്പുഴ അഴിമുഖത്ത് മണൽ അടിഞ്ഞു കൂടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. സ്ഥലം MLA മന്ത്രി AK ശശീന്ദ്രനും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കരാർ കമ്പനികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രശ്നം പരിഹരിച്ചത്. കോരപ്പുഴ അഴിമുഖത്തിന്റെ തീരപ്രദേശത്തിന് സമീപം മണലും ചെളിയും അടിഞ്ഞുകൂടുന്നത് മത്സ്യബന്ധനത്തിന് ഉൾപ്പെടെ തടസ്സം സൃഷ്ടിച്ചിരുന്നു. അഴിമുഖത്തെ മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടുന്ന ജോലികൾ ഏറ്റെടുത്ത കമ്പനി ടെൻഡർ തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുകയായിരുന്നു. ടെൻഡർ പ്രകാരം വകയിരുത്തിയ തുക ഈ പ്രവൃത്തികൾ നടത്താൻ പര്യാപ്തമല്ലെന്ന കാരണം പറഞ്ഞാണ് മണൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നിർത്തിവെച്ചത്. ഇതിനെ തുടർന്ന് സ്ഥലം MLAയും വനമന്ത്രിയുമായ AK ശശീന്ദ്രനും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കമ്പനി പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. ടെൻഡർ തുക വർദ്ധിപ്പിക്കാതെ നിലവിൽ ഏറ്റെടുത്ത തുകയ്ക്ക് തന്നെ ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ യോഗത്തിൽ ധാരണയാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമരത്തെരുവ് തീർത്ത് പെൺകരുത്തിന്റെ 5 എന്ന തലക്കെട്ടിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സ്ഥാപക ദിനം ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജൂലൈ 20-ന് കോഴിക്കോട് MSS ഓഡിറ്റോറിയത്തിൽ പോരാളികളുടെ സംഗമം എന്ന പരിപാടി നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് 5 വർഷമായി സ്ത്രീ സമൂഹത്തിന്റെ സമഗ്രമായ ഒരു ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രവർത്തന രീതികളിലൂടെ നാട്ടിൽ സജീവമായി നിലകൊള്ളുന്നു. കേരളത്തിലെ പെൺ പോരാളികളെ ഒരേ വേദിയിൽ അണിനിരത്തുന്ന പരിപാടിയാണ് പോരാളികളുടെ സംഗമമെന്ന് സംഘാടകർ പറഞ്ഞു. നീതിക്ക് പെൺകരുത്ത് എന്ന മുദ്രാവാക്യമുയർത്തി പെൺകൂട്ടായ്മകൾക്ക് ജനാധിപത്യപരമായ ദിശാബോധം പകർന്നു പ്രവർത്തിക്കുന്ന വിമൻ ജസ്റ്റിസിന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി ജൂലൈ 20-നാണ് പോരാളികൾ കോഴിക്കോട്ട് സംഗമിക്കുന്നത്. വ്യത്യസ്ത മേഖലകളിൽ സ്വയം അടയാളപ്പെടുത്തപ്പെട്ട സ്ത്രീകളെ സംഘടിപ്പിച്ച് വിവിധ ജില്ലകളിൽ സാഹോദര്യ സംഗമങ്ങൾ, ടേബിൾ ടോക്കുകൾ, പ്രാദേശിക തലങ്ങളിൽ സേവന പ്രവർത്തനങ്ങൾ, ആരോഗ്യ നിയമ ബോധവൽക്കരണ ക്ലാസുകൾ, സ്ത്രീ ശാക്തീകരണ സദസ്സുകൾ, സ്ത്രീകൾക്കായി രചനാ മത്സരങ്ങൾ തുടങ്ങിയവ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 20-ന് കോഴിക്കോട് MSS ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് VA ഫൈസ, ജനറൽ സെക്രട്ടറി ചന്ദ്രിക കൊയിലാണ്ടി, പ്രോഗ്രാം കൺവീനർ ഫൗസിയ ആരിഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുഫീറ എരമംഗലം തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ വരുന്ന ജൂലൈ 20-ന് കോഴിക്കോട് വെച്ച് പോരാളികളുടെ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ബാക്കഫി മജ്ലിസുൽ ഉലമയുടെ നേതൃത്വത്തിൽ സുന്നി സമ്മേളനം ജൂലൈ 20 ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കും. 3 സുന്നി സംഘടനകളിലെ പണ്ഡിതന്മാർ പങ്കെടുക്കും. സമസ്ത കേന്ദ്ര മുശവറാംഗം ഉസ്താദ് MP മുസ്തഫ അൽ ഫൈസി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം സുന്നത്ത് ജമാഅത്താണെന്നും അത് മുസ്ലിങ്ങളൊക്കെ അംഗീകരിക്കണം എന്നുമുള്ള ഞങ്ങളുടെ ഈ ആഹ്വാനം നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പറയാണ്. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് വിവിധ കക്ഷികളൊക്കെ ഉണ്ടായിട്ടുള്ളത് സത്യമാണ്. പക്ഷെ അതിന് യഥാർത്ഥ രൂപം ഉണ്ടാകുമല്ലോ, അത് പഴയ കാലത്തെ ഉള്ള സുന്നത്ത് ജമാഅത്താണ്. അതിൽ നിന്ന് വ്യതിരിച്ചതൊക്കെ സത്യവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പറയാനുള്ളത്. അത് കാരണ സഹിതം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ഞങ്ങൾ നിങ്ങളെ അറിയിക്കും, പൊതുജനങ്ങളെ അറിയിക്കും. അതിനുവേണ്ടിയാണ് ഈ മോദി സംഘടനകളെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ കാര്യം പറയുന്നത്. കേരള ബാക്കഫി പണ്ഡിത സഭ നടത്തുന്ന സുന്നി സമ്മേളനം സുന്നി ജമാഅത്തിന്റെ അജയ്യതയും പ്രാമാണികതയും വസ്തുനിഷ്ഠമായി പൊതുജനങ്ങളെ അറിയിക്കുക, മുസ്ലിം ഐക്യവും മതസൗഹാർദ്ദവും നിലനിർത്തുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. എല്ലാവരും ഒന്നാവണമെന്നാണ് നമ്മളെ പക്ഷം. സമസ്ത, സമസ്ഥാന എന്നീ 3 സുന്നി സംഘടനകളിലെ പണ്ഡിതന്മാർ വിഷയങ്ങൾ അവതരിപ്പിക്കും. ഉസ്താദ് MP മുസ്തഫ അൽ ഫൈസി ഉദ്ഘാടനം ചെയ്യും. ഉസ്താദ് UK അബ്ദുൽ ലത്തീഫ് ബാക്കഫി മുഖ്യപ്രഭാഷണം നടത്തും. വിശിഷ്ടാതിഥികളായി അബ്ദുസലാം ദാരിമി കരുവാരക്കുണ്ട്, മുസ്തഫ ബാക്കഫി തെന്നല, ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ് സ്വാഹിബ്, EP അഷറഫ് ബാക്കഫി കാളികാവ് എന്നിവർ പങ്കെടുക്കുമെന്നും ജനറൽ സെക്രട്ടറി UK അബ്ദുൽ ലത്തീഫ് ബാക്കഫി, വൈസ് പ്രസിഡന്റ് അബൂബക്കർ ബാക്കഫി മലയമ്മ, വർക്കിംഗ് സെക്രട്ടറി ഇബ്രാഹിം ബാക്കഫി എടപ്പാൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അവയവദാനത്തിന്റെ മഹത്വം വിളിച്ചോതി മൈത്രയിൽ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് പരിപാടി. പോലീസ് ഉദ്യോഗസ്ഥനായ കുമാരന് ഹൃദയം നൽകിയ ബിലീഷിനും കുടുംബത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കും ഡോക്ടർമാർക്കുമാണ് മൈത്ര ആദരമൊരുക്കിയത്. ചെറുവണ്ണൂർ പന്നിമുക്കിലെ തട്ടാൻഡവിട വീട്ടിൽ ബിലീഷിന്റെ വേർപാട് ഏറ്റവും അപ്രതീക്ഷിതമായിരുന്നു. 47 വയസ്സ് മാത്രമുള്ള യുവാവിന് മരണകാരണമായത് സ്ട്രോക്കാണ്. ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചതോടെ തളർന്നുപോയ കുടുംബം ബിലീഷിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനമെടുത്തു. 10 വർഷമായി ഹൃദയ സംബന്ധമായ അസുഖത്താൽ വലയുകയായിരുന്നു കുമാരൻ. ഡോക്ടർ മുരളി വെട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ബിലീഷിന്റെ ഹൃദയം കുമാരനിലേക്ക് മാറ്റിവെച്ചത്. 3 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ പോലീസ് ഉദ്യോഗത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് കുമാരൻ. കണ്ണൂർ റൂറൽ പോലീസ് അസോസിയേഷൻ നൽകിയ 5 ലക്ഷം രൂപയും കേരള പോലീസ് ഹൗസിംഗ് സൊസൈറ്റി നൽകിയ 2 ലക്ഷം രൂപയും അടക്കം 1999 MSP ബാച്ചിലെ കുമാരന്റെ സഹപ്രവർത്തകർ സമാഹരിച്ച 23 ലക്ഷം രൂപയും മെഡിസപ്പിൽ നിന്നുള്ള 15 ലക്ഷം രൂപയും ഒപ്പം മൈത്ര ആശുപത്രി നൽകിയ ഇളവുകളുമാണ് കുമാരന്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധ്യമാക്കിയത്. മൈത്രയിൽ സംഘടിപ്പിച്ച ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് പരിപാടിയിൽ ഉത്തരമേഖല IG K സേതുരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആ കൈപുണ്യം ഉണ്ടാകണം, ചിലർക്ക് മാത്രമേ കൈപുണ്യം ഉണ്ടാകുള്ളൂ. എനിക്ക് തോന്നുന്നത് മൈത്ര ഹോസ്പിറ്റലിൽ ഇതുപോലെ ഇത്രയും ചെറിയൊരു സാധാരണ മിഡിൽ ക്ലാസ് ടൗണിൽ തന്നെ ഈ ഹൃദയമാത്ര ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചത് ഈ പ്രത്യേകിച്ച് ഈ മൈത്ര ഹോസ്പിറ്റൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ ഈ പ്രക്രിയയെ നടത്തി കാണിച്ച ഡോക്ടർമാർ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകം പേര് പറയുന്നില്ല, കാരണം എല്ലാ ശസ്ത്രക്രിയകളും ടീം വർക്കാണ്. ആ ടീം വർക്ക് ഉള്ളതുകൊണ്ട് ആ ഡോക്ടർ മാത്രമല്ല കൂടെ എല്ലാ ആൾക്കാരും ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. മൈത്ര ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജോ V ചെറിയാൻ, ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ കാർഡിയാക് തറാസിക് സർജൻ ഡോക്ടർ മുരളി വെട്ടത്ത്, ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ, CEO നിഹാജ് G മുഹമ്മദ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചതിന്റെ പേരിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ പരാതി നൽകുമെന്ന് ജസ്ന സലീം. ജസ്നയ്ക്ക് നിയമസഹായം ലഭ്യമാക്കുമെന്നും സ്വാമി ഭദ്രാനന്ദ പറഞ്ഞു.
ഇത് പോലീസ് കൃത്യമായിട്ട് ഇതൊരു മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ നമുക്കൊക്കെ കാണാൻ പറ്റുന്നതാണ്, നമുക്കെതിരെ ഒരു കമന്റോ ഒരു പോസ്റ്റോ ഇട്ട് കഴിഞ്ഞാൽ അവൻ നാളെ അറസ്റ്റിലാണ്. ഇവിടെ ആർക്കെതിരെയും എന്തും പറയാം. ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചതിന്റെ പേരിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുകയും ഹണി ട്രാപ്പുകാരി എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ പരാതി നൽകുമെന്ന് ജസ്ന സലീം. ജസ്നയ്ക്ക് നിയമസഹായം ലഭ്യമാക്കുമെന്ന് സ്വാമി ഭദ്രാനന്ദ പറഞ്ഞു. കോടതിയിലെ കേസിൽ അപ്പീൽ പോകാതിരുന്നത് നേരത്തെ കോടതിയിൽ എതിർഭാഗം അഭിഭാഷകൻ ചോദ്യം ചോദിച്ച് അപമാനിച്ച അനുഭവം ഉള്ളതുകൊണ്ടാണെന്നും ജസ്ന പറഞ്ഞു. പിന്നെ ആ കേസ് തോറ്റിട്ട് ഞാൻ ഹൈക്കോടതി പോകാതിരുന്നത് ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും കോടതി പോയിട്ട് പിന്നെ അവന്റെ വക്കീലിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മക്കളെ ജീവിതത്തിൽ ഒരു പെണ്ണും അനുഭവിക്കാത്ത മുഴുവനോ ആ വക്കീൽ അവിടെ കുത്തിന്ന് ചോദിച്ചപ്പോ ഞാൻ സ്വയം പിന്നെയും നാളെ കെടുക ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനു മുമ്പോട്ട് പോകണം? എന്നിട്ട് ഞാൻ ക്ഷമിച്ച് സഹിച്ചു വീട്ടിൽ കുത്തിട്ട് എന്നിട്ട് ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. എന്തിനാണ് എന്നെങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേസിൽ അപ്പീൽ ഹർജി നൽകുമെന്ന് സ്വാമി ഭദ്രാനന്ദ പറഞ്ഞു. ജസ്നയെ സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുന്നവർക്കെതിരെ പരാതി നൽകുമെന്നും സ്വാമി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഈ വർഷത്തെ കർക്കടക വാവ് ആചരിക്കേണ്ടതും ബലിതർപ്പണം നടത്തേണ്ടതും ഓഗസ്റ്റ് 3 തന്നെയാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റിയും ജ്യോതിഷ സഭയും വ്യക്തമാക്കി. കർക്കിടക വാവ് ഓഗസ്റ്റ് 4 ആണെന്നുള്ള തരത്തിൽ ചില പഞ്ചാംഗങ്ങളിലും കലണ്ടറുകളിലും രേഖപ്പെടുത്തിയത് ഭക്തരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് വിശദീകരിക്കുന്നതെന്നും കേരളത്തിലെ ആധികാരിക പഞ്ചാംഗങ്ങളിൽ കർക്കിടക വാവ് ഓഗസ്റ്റ് 3 തന്നെയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ PSS സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധര പണിക്കർ, ജ്യോതിഷ സഭാ ചെയർമാൻ MP വിജേഷ് പണിക്കർ, PSS വൈസ് ചെയർമാൻ ചെലവൂർ ഹരിദാസ പണിക്കർ, മൂലയിൽ മനോജ് പണിക്കർ, ജ്യോതിഷ സഭാ വൈസ് ചെയർമാൻ അനിൽ പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ PA ലളിതയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് ഇത്തവണ ഡോക്ടർ VP ഗംഗാധരനും ഡോക്ടർ MP ശ്രീജയനുമാണ് നൽകുന്നത്. മനസ്സലിവിൽ മികച്ച ഡോക്ടർ എന്ന പേരിലുള്ള പുരസ്കാരം വൈദ്യശാസ്ത്ര പ്രാവീണ്യത്തിലും രോഗികളോടുള്ള ആർദ്രതയിലും ഏറ്റവും മികവ് പുലർത്തുന്നത് പരിഗണിച്ചാണ് നൽകുന്നത്. 1,00,000 രൂപയുടെ അവാർഡ് തുക ഇരുവർക്കുമായി വീതിച്ചു നൽകും. ഇത്തവണത്തെ അവാർഡ് ദാന തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അവാർഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ മിലി മണി, അംഗങ്ങളായ A സജീവൻ, ഡോക്ടർ കോളിൻ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം സംബന്ധിച്ച കേസ് CBI അന്വേഷിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് MK രാഘവൻ MP. പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മിഠായിത്തെരുവിലെ വഴിയോര കച്ചവടം സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായി പോലീസ് റിപ്പോർട്ടെന്ന് പൊതുപ്രവർത്തകൻ PKM ചേക്കു. കോരപ്പുഴ അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. ഐസ് ഫാക്ടറികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കണമെന്ന് സ്റ്റേറ്റ് ഐസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. അശരണർക്ക് ആശ്വാസമാകുന്ന 1 കോടിയോളം രൂപയുടെ ജീവകാരുണ്യ പദ്ധതികളുമായി റോട്ടറി കാലിക്കറ്റ് സിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.